ഒരു നെല്ലോടുകൂടി ഈ നാടകം ആരംഭിക്കുകയാണ്. പ്രത്യേക നന്ദി ബഹറിൻ മാർത്തോമ പാരിഷ് കമ്മിറ്റി, സൺഡേ സ്കൂൾ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പാരിഷ് ഓഫീഷ്യൽസ് ആൻഡ് സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, ഡയമണ്ട് ജൂബിലി ഓൾ കമ്മിറ്റി. നാടകത്തെക്കുറിച്ചൊരു വാക്ക്. ഈ ഇടവകയുടെ ഈ ചർച്ച ഹോളിലെ പ്രത്യേക സാഹചര്യത്തിൽ ഒരുക്കിയിരിക്കുന്ന ഈ വേദിയിൽ നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളുടെ ഒരു എളിയ നാടകമാണ് ഇവിടെ അരങ്ങേറുന്നത്. ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിലുള്ള ഈ സ്റ്റേജിൽ കളിക്കുമ്പോഴുള്ള പരിമിതികൾ ഒട്ടനവധിയാണ്. അതെല്ലാം ദയവായി നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. കുഞ്ഞുങ്ങളുടെ ഈ കലോപഹാരത്തെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം എന്ന് അപേക്ഷിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക. നമ്മുടെ കുട്ടികൾ പാണ്ഡിത്യവും തീക്ഷ്ണതയുമുള്ള ഒരു ചെറുപ്പക്കാരനായിട്ടാണ് ശൗലിനെ നാം ആദ്യം കണ്ടുകൊണ്ടിരുന്നത്. സ്വന്തം വിശ്വാസ ബോധങ്ങളിൽ അഭിമാനം കൊണ്ടിരുന്ന ആ യുവാവിന് മുന്നിൽ ഒരു വെല്ലുവിളിയായി ഉയർന്നു വന്നു ക്രൈസ്തവരും അവരുടെ വിശ്വാസവും. യഹൂദ വിശ്വാസത്തെക്കുറിച്ച് ജെറുസലേമിലെ ഗമാലിയലിന്റെ പാഠശാലയിൽ പ്രാഥമിക അധ്യയനം പൂർത്തിയാക്കി താർസീസിൽ തിരിച്ചെത്തിയ ശൗലിനെ ഗ്രാമവാസികൾ സന്തോഷത്തോടെ അതിലേറെ ആദരവോടെ സ്വീകരിച്ചു. ഒപ്പം അവന്റെ കൊണ്ടുപോയി. നിന്റെ അപ്പ മോനു വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി തർസി സന്തോഷിക്കുന്നത് ആ ദിവസമായിരിക്കും, നിന്റെ വിവാഹ ദിവസം. അതെ, സക്രിയയുടെ ഹന്നായുടെ മകൾ സൂസന്ന. ശൗൽ ഇന്ന് വരുമെന്ന് അവരെ ഞാൻ അറിയിച്ചിട്ടുണ്ട്. നാളെ പോയി പെൺകുട്ടിയെ കാണണം. പുരോഹിത സംഘവുമായി ആലോചിച്ച് ഏറ്റവും അടുത്ത ദിവസം വിവാഹം. ആ, നിന്നെ അറിയും, സൂസന്നയുടെ അപ്പൻ. അപ്പ, ഞാനിപ്പോൾ അതിനെപ്പറ്റി അല്ല ചിന്തിക്കുന്നത്. തുടർന്ന് പഠിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. 4 വർഷത്തെ പഠിപ്പ് പൂർത്തിയാക്കിയതല്ലേ ഇയാൾ? 40 വർഷം ശ്രമിച്ചാൽ പൂർത്തിയാകുന്നതല്ല പഠിപ്പ്. മനുഷ്യന്റെ മരണം വരെ പഠിക്കാൻ കാണും. അത് ജീവിതത്തോടൊപ്പം അങ്ങ് നടന്നോളും. അപ്പനെ ഇപ്പോൾ അത് മനസ്സിലാവില്ല.
ആ ആഹാരത്തിന് മുമ്പിലിരുന്ന് അധികം ആലോചിക്കണ്ട. ഇതാ കഴിക്കും. മോനെ, കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അപ്പൻ സൂസനെ കുറിച്ച് മാത്രമാണ് ഇവിടെ സംസാരിക്കുന്നത്. സൂസനയുടെ കണ്ണുകൾ വെള്ളാരം കല്ല് പോലെ തിളക്കമുള്ളതാണ്. കാണാൻ സുന്ദരിയുമാണെന്നാണ് അപ്പൻ പറയുന്നത്. അപ്പൻ അവിടെ എത്തുമ്പോൾ സൂസന സങ്കീർത്തനം ചൊല്ലുന്നതാ കേൾക്കുന്നത്. അതെ, പ്രാർത്ഥനയിലും വിശ്വാസത്തിലും തീഷ്ണതയുള്ള കുട്ടി. നീ എന്താ സൂസനെ പറ്റി ആലോചിച്ച് അന്തം വിട്ടിരിക്കുകയാണോ? നാളെ പോയി കണ്ടിട്ട് സ്വപ്നം കാണാം. മോൻ ഇഷ്ടപ്പെടും. അപ്പൻ നിനക്ക് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ളതൊന്നും ഇതുവരെ മോശമായിട്ടില്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം നിന്റെ ഈ പ്രായം വിവാഹത്തിന് പറ്റിയ ഏറ്റവും നല്ല സമയമാണ്. അപ്പ, ഞാനിപ്പോൾ അതിനെപ്പറ്റിയല്ല ചിന്തിക്കുന്നത്. നീ ചിന്തിക്കേണ്ട കാര്യമല്ല. അപ്പൻ എന്ന നിലയിൽ അത് എന്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെയേറെ ആത്മസംഘർഷത്തിലായിരുന്നു. ഇപ്പോൾ കുറച്ചൊരു തീരുമാനത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു. എന്ത് തീരുമാനം? എന്നെ ഒരു നിയമപണ്ഡിതനാക്കണം, മതപണ്ഡിതനാക്കണം എന്നൊക്കെയായിരുന്നല്ലോ അപ്പന്റെ ആഗ്രഹം. അതിനല്ലേ മോനെ യെരുശലേമിൽ കൊണ്ട് പഠിപ്പിച്ചത്? വിവാഹം വേണ്ട എന്ന് തന്നെയാണ് എന്റെ തീരുമാനം. മോനെ, തന്നിഷ്ടപോലെ പ്രവർത്തിക്കാനല്ല നിന്നെ പഠിപ്പിക്കാൻ അയച്ചത്. മുതിർന്ന കുട്ടിയായി, പഠിപ്പായി, ഇനി അപ്പനെ അനുസരിക്കേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അത് അംഗീകരിക്കാൻ എനിക്ക് കഴിയില്ല. അപ്പ, അപ്പനെ അനുസരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് തന്നെ ഈ വിവാഹ കാര്യത്തിൽ അപ്പനെടുത്ത തീരുമാനം മാറ്റാം. ശൗൽ, എനിക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടിയാണ്. അത്രയ്ക്ക് ചെറിയൊരു ജീവിതമല്ല ഞാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ട് എനിക്ക് പഠിക്കണം. അറിയാനും അന്വേഷിക്കാനും കുടുംബജീവിതം എനിക്കൊരു തടസ്സമാണ്. ധിക്കാരം പറയുന്നു. അനുസരിക്കാൻ കഴിയില്ലെങ്കിൽ ഇറങ്ങാം. ജീവിതം മകൻ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല. ആണോ? എന്നെ അനുസരിക്കാത്ത മകനെ എനിക്ക് വേണ്ട. ഷൗൽ, എന്താണിത്? നിനക്ക് ദോഷം വരുന്നത് എന്തെങ്കിലും ഒന്ന് അപ്പൻ ആലോചിക്കുമോ? അമ്മ, വിവാഹം കഴിക്കുക, കുടുംബമായി കഴിയുക എന്നൊക്കെ പറയുന്നത് ഏതൊരുവരെ കൊണ്ടും കഴിയും. ഞാനൊരു നിയമപണ്ഡിതനാകണം, മതപണ്ഡിതനാകണം എന്നെ അപ്പൻ ആഗ്രഹിച്ചത് അദ്ദേഹം വേറിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ്. എനിക്ക് ഗമാലിയേലിന്റെ പാഠശാലയിൽ പോയി ഇനിയും പഠിക്കണം. ഷൗൽ, നീ പറയുന്നത്? അമ്മ, നമ്മൾ യഹോവയാൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനതയാണ്. ഒരു യഹൂദൻ എന്ന നിലയിൽ അഭിമാനിക്കുന്നവനാണ് ഞാൻ. സമുദായത്തിന് വേണ്ടിയുള്ള സമർപ്പിത ജീവിതമായിരിക്കണം എന്റേതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു തെറ്റാണ്. ശൗൽ ഒരു വ്യത്യസ്തനായിരിക്കണമെന്ന് എന്റെ അപ്പൻ ആഗ്രഹിച്ചു, പ്രാർത്ഥിച്ചു. ഞാൻ നമ്മുടെ വിശ്വാസത്തെ പ്രതി തീഷ്ണതയുള്ളവനാണ്. ഇത് എന്റെ തീരുമാനമല്ല, അപ്പന്റെ പ്രാർത്ഥന കേട്ട യഹോവയുടെ തീരുമാനമാണ്. അവ പറയുന്നതിൽ കാര്യമുണ്ടോ? ശൗൽ യഹോവയാൽ വിളിക്കപ്പെട്ടവനാണെന്ന് നാളെ എന്റെ അപ്പൻ അഭിമാനിക്കാം. ഇത് ദൈവ നിയോഗമാണ്. എന്റെ ആഗ്രഹങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അനുസരണയുള്ളവനാണെന്നും പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനാണെന്നും അറിയപ്പെടട്ടെ സാവൂൾ. രാജ്യസേവനത്തിനുമായി വീണ്ടും ജെറുസലേമിലേക്ക്. ഗമാലിയേലിന്റെ പഠനവും രാജ്യസേവനവുമായി കാലങ്ങൾ കടന്നുപോയി. ഇതിനിടയിൽ യേശുക്രിസ്തുവിന്റെ കുരിശുമരണവും വീർപ്പുമൊക്കെ കഴിഞ്ഞുപോയിരുന്നു. ഒരേ പ്രദേശത്ത് പ്രവർത്തിച്ചിട്ടും ശൗൽ ഒരിക്കൽ പോലും ക്രിസ്തുവിന്റെ വഴിയിലോ ദൃഷ്ടിയിലോ പെട്ടില്ല. അത് ചരിത്രത്തിന്റെ നിയോഗം. യേശുവിനെ ഞാനൊരിക്കൽ കണ്ടിട്ടുണ്ടമ്മേ, കേട്ടിട്ടുമുണ്ടൊരിക്കൽ. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പനിനീർ പൂവുകൊണ്ട് ഹൃദയത്തിൽ തലോടുന്നത് പോലെ
തച്ചനായ ജോസഫിന്റെ മകൻ താൻ ദൈവപുത്രനാണെന്ന് അവകാശപ്പെട്ടാൽ തീർച്ചയായും അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നില്ല. ഇപ്പോ നോക്ക്, യേശുവിന്റെ ശിഷ്യരിലൂടെ എന്ത് അത്ഭുതങ്ങളാണ് സംഭവിക്കുന്നത്. ആക്രമിച്ച് അവസാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാട്ടുതീ പോലെയാ ആ കൂട്ടായ്മ ആളിപ്പടർന്നു പിടിക്കുന്നത്. മോളെ, ഇതൊന്നും നിന്റെ സഹോദരൻ അറിയണ്ട. റൂബേനും ശൗലുമൊക്കെ യേശു ശിഷ്യന്മാർ നമ്മുടെ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന വിപ്ലവകാരികളാണെന്ന് പറഞ്ഞ് അവരെ നശിപ്പിക്കാൻ നടക്കുമ്പോൾ അമ്മ, അതവരെ പറ്റി അറിയാനിട്ടാണ്. നീ അവരുടെ കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഞാൻ അവരെ കേട്ടിട്ടുണ്ട്, അവരെ അറിയാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട്. റുബീന, വേണ്ട, വെറുതെ ആപത്ത് വരുത്തി വെക്കണ്ട. പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും ഒക്കെ എതിർക്കുന്ന ഒരു സംഘവുമായി നമുക്കെന്തിനാണ് കൂട്ട്? ആരെയൊക്കെ പറ്റി നമ്മൾ കേട്ടിരിക്കുന്നു അമ്മ. സ്നേഹം മുദ്രാവാക്യമായി സ്വീകരിച്ച ഒരു സംഘം, ദൈവം സ്നേഹമാകുന്നു എന്ന് പ്രചരിപ്പിക്കുന്ന ഒരു സംഘം, ദൈവത്തിന് മുമ്പിൽ എല്ലാവരും സമന്മാരാണെന്ന് പറയുന്നവർ, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്നവർ, യഹൂദ വിശ്വാസത്തിന്റെ കടക്കിൽ കോടാലി വീണിരിക്കുന്നു. നിയമങ്ങളും ആചാരങ്ങളും കൊണ്ട് അന്ധമായ സമൂഹത്തെ യേശു വിപ്ലവകരമായി നവീകരിച്ചിരിക്കുന്നു. റൂബീന, ആ വാക്കിവിടെ ഉച്ചരിച്ചു പോകരുതെന്ന് ഞാൻ നിന്നോട് ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ്. അവളുടെ ഒരു യേശു നാളെയുടെ രക്ഷയ്ക്കായി ലോകം മുഴുവനും ആ നാമം ഉരുവിടും. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? ഭ്രാന്ത് എനിക്കല്ല, ജ്യേഷ്ഠനാണ്. അമ്മ, അവരാരെങ്കിലും ഇവിടെ വന്നിരുന്നു, ഇവളുമായി സംസാരിച്ചിരുന്നു. 4 പേര് കൂടുന്നിടത്തൊക്കെ ഇപ്പൊ സംസാരം ആ തച്ചന്റെ മകനെ പറ്റിയാണ്. ചരിത്രമറിയില്ലേ? ആചാരങ്ങളറിയില്ലേ? നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. പക്ഷേ നമുക്ക് ദൈവത്തെ അറിയില്ല, ദൈവത്തിന്റെ പദ്ധതികൾ അറിയില്ല. റൂബീന, ധിക്കാരം പറഞ്ഞാലുണ്ടല്ലോ അടിച്ചു നിന്നെ ഞാൻ. റുബേൻ, നീ അവളുമായി ശണ്ടപ്പെടാൻ നിൽക്കണ്ട. വരിക. ആഹാ ശൗൽ, നീ എപ്പോ വന്നു? വന്നതേ ഉള്ളൂ. റൂബേനെ അന്വേഷിച്ചു വന്നതാണ്. യേശുവിന്റെ ശിഷ്യന്മാരെ ആക്രമിക്കുന്നതിൽ, ആ കൂട്ടായ്മയെ നശിപ്പിക്കുന്നതിൽ എന്ത് ആനന്ദമാണ് കാണുന്നത് ശൗൽ. യഹൂദ മതത്തെയും നമ്മുടെ വിശ്വാസത്തെയും സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. യുദ്ധം ചെയ്ത് സംരക്ഷിക്കേണ്ടതാണോ നമ്മുടെ വിശ്വാസം? നമ്മുടെ വിശ്വാസം പരിപാലനമാണ്. ആ വിശ്വാസത്തിന്റെ പൂർത്തീകരണമായിരുന്നു യേശു. വിഡ്ഢികളോട് തർക്കിക്കുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾ യേശുവിനെ അറിയാൻ ശ്രമിക്കുന്നില്ല. യഹൂദമതം ഈ അടുത്ത കാലത്ത് നേരിടേണ്ടി വന്ന ഏറ്റവും വലിയ സാമൂഹിക വിപത്തായിരുന്നു യേശു. അയാളെ വിചാരണ ചെയ്യുകയും വധിക്കാൻ വിധിക്കുകയും ചെയ്ത പീലാത്തോസ് ഉൾപ്പെടെയുള്ളവർ വിഡ്ഢികളായിരുന്നില്ല. നമ്മുടെ മഹാപുരോഹിതന്മാർ തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് അയാളെ കുരിശിലേക്കിയത്. ഗാഗുൽത്തായിലെ കുരിശിൻ ചുവട്ടിൽ അവസാനിച്ചില്ല യേശു, അവിടെ ആരംഭിക്കുകയായിരുന്നു. റൂബീന, ശൗൽ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്. ബുദ്ധിയുള്ളവനെന്ന നിലയിൽ, യഹൂദിയിലെ ഏത് പെണ്ണും മോഹിച്ചുകൊള്ളുന്ന സൗന്ദര്യമുള്ളവനെന്ന നിലയിൽ നിന്റെ മറ്റൊരു വിഡ്ഢിത്തം. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് നിനക്ക് വേണ്ടി. നീ യേശുവിനെ പൂർണ്ണമായി തിരിച്ചറിയണമേ എന്ന്, എന്റെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിയണമേ എന്ന്. യഹൂദർ ലോകത്തിൽ മറ്റാരെക്കാളും ശ്രേഷ്ഠരാണെന്ന് അഹങ്കരിക്കുന്നു. പക്ഷേ നമ്മുടെ വിശ്വാസവും നിലനിൽപ്പും ഇന്ന് അപകടത്തിലാണ്. പാണ്ഡിത്യമില്ലാത്തവരുടെ മുമ്പിൽ, അക്ഷരാഭ്യാസമില്ലാത്ത മത്സ്യത്തൊഴിലാളികളുടെ മുമ്പിൽ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനതയും അവരുടെ വിശ്വാസവും പരാജയപ്പെടുകയെന്ന് വെച്ചാൽ പുരോഹിത ശ്രേഷ്ഠന്മാരും നിയമത്തിലും അവനെക്കുറിച്ച് ഒരു അക്ഷരം പോലും സംസാരിച്ചുകൂടാ എന്ന് കർശനമായി താക്കീത് നൽകിയിട്ടും ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നവന്റെ നാവ് ചവിട്ടി പിടിതെടുക്കും. ആ കൂട്ടായ്മയെ
ഇനിയും വളരാൻ അനുവദിച്ചുകൂടാ. പക്ഷേ നിന്റെ സഹോദരി പോലും അവൻ അനുകൂലമായിട്ട് സംസാരിക്കുമ്പോൾ എങ്ങനെ അവസാനിപ്പിക്കണം ആ കൂട്ടായ്മ? ദൈവത്തിന്റെ പരിശുദ്ധനായ പുത്രൻ എന്റെ കർത്താവായ യേശുവേ, ഞാനിതാ നിനക്ക് വേണ്ടി വധിക്കപ്പെടാൻ പോകുന്നു. നിനക്ക് വേണ്ടി ഈ ഭൂമിയിൽ ആദ്യ രക്തസാക്ഷിയാകുവാൻ പോകുന്നു. നീ എന്നെ തിരഞ്ഞെടുത്തതിന്, നിന്റെ ആത്മാവ് കൊണ്ട് എന്നെ നിറച്ചതിന് നിനക്ക് സ്തുതി. എങ്കിലും പിതാവേ, സത്യവും നീതിയും ന്യായവും ചവിട്ടി മെതിക്കപ്പെടുന്നുവല്ലോ. നസ്രായനായ യേശുവേ, എന്റെ കർത്താവേ, നീ അവരുടെ കണ്ണ് തുറക്കണമേ. കർത്താവേ, വേഗം വരണമേ. സ്തെഫാനോസ്, ദൈവത്തിന് മോശയ്ക്കുമെതിരായി ദൂഷണം പറയുന്നവനെ ദൈവം ഇന്ന് നിന്റെ വിധി നിശ്ചയിച്ചു. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശു. ഉപമകളിലൂടെയും പ്രബോധനങ്ങളിലൂടെയും യേശു തന്നെ വെളിപ്പെടുത്തിയിട്ടുള്ളതാണ്. സ്തെഫാനോസ്, കുരിശ് പാപികൾക്കുള്ളതാണ്, കുറ്റവാളികൾക്കുള്ളതാണ്. കുരിശിൽ മരിച്ച കുറ്റവാളിയാണോ യെരൂശലേമിന്റെ രക്ഷ കണ്ടെത്തേണ്ടത്? നിങ്ങൾ പീഡനങ്ങൾ കൊണ്ടും കുരിശ് കൊണ്ടും നശിപ്പിച്ചു കൊന്ന യേശു മൂന്നാം നാൾ മരണത്തെ ജയിച്ചു. ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നത് ഞാൻ ഇപ്പോഴും കാണുന്നു. അതുകൊണ്ട് പ്രിയരെ, നിങ്ങൾ യേശുവിനെ സ്വീകരിക്കുക. ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ. ഈ പാപം ഇവരുടെ മേൽ പതിക്കരുതേ. എന്റെ ആത്മാവിനെ അവിടുന്ന് കൈക്കൊള്ളണമേ. യേശുവിന് വേണ്ടി ചൊരിയുന്ന ഓരോ തുള്ളി ചോരയിൽ നിന്നും ആയിരക്കണക്കിന് ക്രിസ്തുശിഷ്യന്മാർ ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ, ഉയർത്തെഴുന്നേൽക്കട്ടെ. ക്രിസ്തുവിന് വേണ്ടി മരിച്ച വിപ്ലവകാരികളുടെ ചോരയിൽ തൊട്ട് ഞാൻ ഈ റൂബൻ സത്യം ചെയ്യുന്നു. ആ പേര് പറയുന്ന മുഴുവൻ പേരെ ഞങ്ങൾ കൊന്നൊടുക്കിയിരിക്കും.
യുദ്ധമോ? അതെ, യുദ്ധം. യേശുവിന്റെ ശിഷ്യന്മാർക്കെതിരെ പടനയിച്ചിട്ട് വന്ന് നിൽക്കുകയല്ലേ? യെരൂശലേം നഗരത്തെ ആ ശല്യത്തിൽ നിന്നും മോചിപ്പിച്ചു ഞങ്ങൾ. സ്നേഹമായുധമാക്കിയവരെ വാൾ കൊണ്ട് നേരിടുന്നത് ആണത്വവും കേമത്വവുമല്ല. അവറ്റകളെ തുടച്ചു നീക്കേണ്ടത് ഈ നാടിന്റെ ആവശ്യമായിരുന്നു. കാറ്റിന് വേലി കെട്ടാൻ ഒക്കുമോ ശൗൽ? ഓടി ഒളിച്ചവരൊക്കെ രക്ഷപ്പെടുക. കുറെ എണ്ണത്തിനെയൊക്കെ കൊന്നൊടുക്കി. ബാക്കി എല്ലാത്തിനെയും കാരാഗ്രഹത്തിൽ അടച്ചു. അപ്പോൾ എന്നെ എന്ത് ചെയ്യും? കൊല്ലുമോ അതോ കാരാഗ്രഹത്തിൽ അടയ്ക്കുമോ? നീയും ആ സംഘത്തിന്റെ വിശ്വാസം സ്വീകരിച്ചോ? എനിക്കിഷ്ടമാണവരെ. ഞാൻ അവരിൽ നിന്ന് മാമോദിസ സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നു. നീ റൂബേന്റെ സഹോദരിയാണ്. വെറുതെ വിഡ്ഢിത്തമൊന്നും കാണിക്കരുത്. അങ്ങനെ സംഭവിച്ചാൽ തീർച്ചയായും റൂബേൻ നിന്നോട് പൊറുക്കില്ല. ശൗൽ എന്നോട് ക്ഷമിക്കുമോ? നോക്കൂ ശൗൽ, നിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ശിഷ്യന്മാരെ പീഡിപ്പിക്കാൻ നടക്കുന്ന നിങ്ങൾ എന്റെ സ്നേഹം തിരിച്ചറിയുന്നില്ല. റൂബീന, നീ റൂബേന്റെ സഹോദരിയാണ്. നിങ്ങളെ ഇഷ്ടപ്പെടുന്നതിന് അതെങ്ങനെ ഒരു തടസ്സമാകും? നീ എന്റെയും സഹോദരിയാണ്. വേണ്ട, എന്നോടങ്ങനെ പറയണ്ട. അപ്പൻ തീരുമാനിച്ച വിവാഹം പോലും വേണ്ടെന്ന് വെച്ചവനാണ് ഞാൻ. എന്തിനു വേണ്ടി? പാവങ്ങളായ ക്രിസ്തു ശിഷ്യന്മാരെ ആക്രമിക്കാനോ? നമ്മൾ തമ്മിൽ എന്തിനീ തർക്കം? നോക്കൂ ശൗൽ, ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മനസ്സ് മാറാൻ. എന്തിനു വേണ്ടിയാണ് ഈ ചായക്കൂട്ടെടുക്കുന്നത്? ആരെ വരയ്ക്കാൻ? വരയ്ക്കാൻ ആഗ്രഹിക്കുന്ന ചിത്രം എന്നെ കൊണ്ട് വരച്ച് പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ ശ്രമിക്കും. അത് പൂർത്തിയാക്കാനായാൽ ഞാനത് ശൗലിന് തരാം. ആരുടെ ചിത്രം? എന്ത് ചിത്രം? ഒരിക്കൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. എന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ രൂപം വരയ്ക്കാൻ ഒരു ചിത്രം. യേശുവിന്റെ രൂപം വികൃതമാക്കാൻ നിനക്ക് കഴിയില്ല. എന്റെ മനസ്സിൽ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ രൂപം വികൃതമാക്കാൻ നിനക്കാവില്ല. യേശുവിന്റെ രൂപം വരയ്ക്കാൻ ചായം എടുക്കുകയായിരുന്നു അവൾ. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഏറെ ആഴത്തിലാണ് അതിന്റെ പേരുകൾ. ദമാസ്കസിൽ നിന്ന് വരുന്ന സന്ദേശവും അത് തന്നെയാണ്. അവിടെ ആയിരക്കണക്കിന് യഹൂദർ ക്രിസ്തുവിന്റെ അനുയായികളായിക്കൊണ്ടിരിക്കുന്നുവെന്ന് അതിനനുവദിച്ചുകൂടാ. എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് അമർച്ച ചെയ്യണം. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന മുഴുവൻ പേരെയും പിടിച്ചുകെട്ടി ഇവിടെ കൊണ്ടുവന്ന് തുറുങ്കലിൽ അടക്കണം. മഹാപുരോഹിതർ നമുക്കതിനു വേണ്ട അനുവാദം തരട്ടെ. ദമാസ്കസ് മുഴുവൻ അന്വേഷണം നടത്തുന്നതിനും ക്രിസ്തുവിശ്വാസം സ്വീകരിച്ചവരെ മുഴുവൻ ബന്ധനസ്ഥരാക്കി ഇവിടെ കൊണ്ടുവരുന്നതിനുമായി ബന്ധപ്പെട്ടവരുടെ അധികാരപത്രത്തോടെ സാമൂഹിക യാത്രയാണ്. ശൗൽ, നീ തനിച്ചല്ല, ഒപ്പം ഞാനും ഉണ്ടാകും. ഈ റൂബൻ
ഉയർത്തിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികളെ അമർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ അതിനുള്ള അധികാരികളുടെ അനുമതി പത്രത്തോടെ ശൗലും സംഘവും ദമാസ്കസിലേക്ക് യാത്രയായി. ഉള്ളിൽ കിടാത്ത അഗ്നിയുമായി കാതങ്ങൾ താണ്ടി മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര. എന്നാൽ ദൈവത്തിന്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. എന്റെ കാറ്റ് നഷ്ടപ്പെട്ടതുപോലെ എന്തിനെന്നെ ഉപദ്രവിക്കുന്നു? എന്താണ് നിനക്ക് വേണ്ടത്? ആരാണ് നീ? ആരാണ് നീ? ആരാണ് നീ? ആരാണ് നീ? ആരാണ് നീ? നീ പീഡിപ്പിക്കുന്ന നസറയനായ യേശു. യേശു? അതെ, യേശു തന്നെ. കർത്താവേ, യേശുവേ, എന്റെ ദൈവമേ, ഞാൻ ഇരുമ്പാനിയിൽ തൊഴിക്കുന്നത് അപകടമാണ്. എന്റെ ജനത്തെ തകർക്കാൻ ലോകാവസാനത്തോളം നിനക്ക് കഴിയില്ല. കർത്താവേ, ഞാൻ പാപിയാണ്. എന്റെ കണ്ണ് തുറക്കണമേ. ലോകത്തിലേക്ക് വരാനിരുന്ന സത്യവെളിച്ചം ഞാനാകുന്നു. ആയിരുന്നവനും ആയിരിക്കുന്നവനും ഞാൻ തന്നെ. ഞാനാണ് വഴിയും സത്യവും ജീവനും. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, എന്നോട് പൊറുക്കണമേ. ഞാൻ അപരാധിയാണ്. എന്നോട് കരുണ തോന്നണമേ. നിന്നെ ഞാൻ എന്റെ വിശ്വസ്തനായി കണക്കാക്കുന്നു. ആരെയാണ് നീ നിശേഷം നശിപ്പിക്കാതിരുന്നത്? അവരുടെ ശക്തിയേറിയ പരിചയമായി ഞാൻ നിന്നെ രൂപാന്തരപ്പെടുത്തുന്നു. ആരും നൽകാത്ത സാക്ഷ്യം നീ എനിക്ക് വേണ്ടി നൽകും. എന്റെ കർത്താവേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ എഴുന്നേറ്റ് നഗരത്തിലേക്ക് പോകുക. എന്താണ് ചെയ്യേണ്ടതെന്ന് അവിടെ വെച്ച് നിന്നോട് പറയപ്പെടും. നിനക്ക് എന്താണ് സംഭവിച്ചത്? എന്താണ് ഒരു ശബ്ദം കേട്ടത്? നിന്നെ കാണാതെ തിരയായിരുന്നു ഞാൻ. എങ്ങനെയാണ് നീ വീണത്? യേശു എവിടെ? നീ സുബോധമില്ലാതെയാണോ സംസാരിക്കുന്നത്? യേശുവിനെ ഞാൻ കേട്ടു. എന്ത് വിഡിതമാണ് ശൗൽ നീ പറയുന്നത്? റൂബേൻ, ഞാൻ നിന്നെ കാണുന്നില്ല. ഞാൻ ആരെയും കാണുന്നില്ല. എന്റെ കണ്ണുകൾ തുറന്നിരിക്കുന്നു. പക്ഷേ റൂബേൻ, എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ശൗൽ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യമാണ് റൂബേൻ, സത്യമാണ്. എനിക്കൊന്നും കാണാൻ കഴിയുന്നില്ല. ശൗൽ, നീ എഴുന്നേൽക്ക്. വരൂ, നമുക്ക് നഗരത്തിലേക്ക് പോകാം. എഴുന്നേൽക്ക്. ഇതാ നിന്റെ വാൾ. കാഴ്ചയില്ലാത്ത എനിക്ക് ഇനി എന്തിനാണിത്? ശൗൽ, വരൂ. കർത്താവേ, അടിയനിതാ. നീ എഴുന്നേറ്റ് നിർവീതി എന്ന സ്ഥലത്ത് ചെന്ന് യൂദയുടെ വീട്ടിൽ തർസോസുകാരനായ ശൗൽ എന്ന പേരുള്ള ഒരുവനെ അന്വേഷിക്കുന്നു. അവൻ പ്രാർത്ഥനയിലായിരിക്കും. അവന് കാഴ്ച കാണിക്കേണ്ടതിന് അവന്റെ മേൽ കൈവെക്കുക. കർത്താവേ, ആ മനുഷ്യൻ യെരൂശലേമിൽ നിന്റെ വിശുദ്ധന്മാർക്ക് എത്ര ദ്രോഹം ചെയ്തിരിക്കുന്നു. ഇവിടെയും നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവരെയൊക്കെയും
പിടിച്ചു കെട്ടുവാൻ അവരിൽ മഹാപുരോഹിതന്മാരുടെ അധികാരപത്രമുണ്ട് എന്ന് ഞാൻ കേട്ടിരിക്കുന്നു. നീ പോവുക. അവൻ എന്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്ക് മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു. എന്റെ നാമത്തിന് വേണ്ടി അവനെന്തെല്ലാം കഷ്ടമനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ അവനെ കാണിക്കും. ഭൂകർത്താവേ, അടിയൻ പുറപ്പെടുന്നു. ആരാ? ഞാൻ എവിടെ? ഞാൻ യുദാസ്. എന്റെ വീടാണിത്. ശൗൽ, എഴുന്നേക്ക്, കൈ കഴുകി ആഹാരം കഴിക്കുക. നിങ്ങളെ ഞാൻ സഹായിക്കാം. വേണ്ട യുദാസ്, ഞാനൊന്നും കഴിക്കുന്നില്ല. എന്താ ശൗൽ ഇത്? നിങ്ങൾ എന്റെ അതിഥിയാണ്. ഈ സ്നേഹത്തെ പ്രതി നന്ദിയുള്ളവനാണ് ഞാൻ. ദയവായി എന്നെ എന്റെ ദുഃഖങ്ങളോടൊപ്പം തനിച്ചു വിടുക. 3 ദിവസമായി നിങ്ങളൊന്നും കഴിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആഹാരം കഴിക്കാതിരിക്കുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഉപവസിച്ച് പ്രാർത്ഥിക്കുകയാണ് ഞാൻ. എത്ര ദിവസം? എനിക്ക് കാഴ്ച ലഭിക്കുന്നത് വരെ. ഒരുപക്ഷെ മരണം വരെ നിനക്ക് കാഴ്ച ലഭിച്ചില്ലെങ്കിൽ ശൗൽ, നിനക്ക് എന്ത് സംഭവിച്ചു? പറ. അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്ത് നിന്നും യാഥാർത്ഥ്യങ്ങളുടെ വെറും നിരത്തേക്ക് യേശു എന്നെ തള്ളിയിട്ടു. ശൗൽ, അതേ റൂബേൻ, ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു. ഇതുവരെ ഞാൻ ഇരുട്ടിലായിരുന്നു റൂബേൻ, ഞാൻ ഇരുട്ടിലായിരുന്നു. ശൗൽ, മഹത്തായ ഒരു ലക്ഷ്യബോധത്തോടെ ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ. നോക്കൂ ശൗൽ, നമുക്ക് നല്ലൊരു വൈദ്യനെ കാണാം. നിന്റെ കാഴ്ചക്ക് എന്ത് സംഭവിച്ചതെന്നും അതിന് പരിഹാരം എന്താണെന്നും നമുക്ക് അന്വേഷിക്കാം. വേണ്ട, ഞാൻ എങ്ങോട്ടുമില്ല. ശൗൽ, നീ ആഹാരം പോലും കഴിക്കാതെ ഇങ്ങനെ? ദയവായി റൂബേൻ, നീ പോകൂ. ഞാൻ തനിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ ഇഷ്ടപ്പെടുന്നു. ശൗൽ, അനന്യസന്നരാൾ നിന്നെ കാണാൻ വരാം. അയാൾ നിന്റെ മേൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞാൻ നിന്നെ കാണുന്നില്ലല്ലോ. ഞാൻ നിന്നെ അറിയുന്നില്ലല്ലോ. എനിക്ക് നിന്നെ കാണാനും നിന്നെ അറിയുവാനുമുള്ള കാഴ്ച തന്നെ അനുഗ്രഹിക്കണമേ. ചോദിച്ചത് കേട്ടില്ലേ? ആരാണെന്ന്? ഞാൻ അനന്യാസ്. അനന്യാസ്, നിങ്ങൾ ശൗൽ അല്ലേ? അതെ അനന്യാസ്, അതെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഞാൻ വന്നത് നിങ്ങളെ കാണുവാനാണ്. പറയൂ സഹോദര,
ശിഷ്യനായ യേശു എന്നോട് അരുൾ ചെയ്തു, അങ്ങേക്ക് വീണ്ടും കാഴ്ച ലഭിക്കുന്നതിനും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ നിറയുന്നതിനും വേണ്ടി അവിടുന്ന് ഇപ്പോൾ എന്നെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നു. അനന്യാസ്, ക്രിസ്തു ശിഷ്യനെയും ക്രിസ്ത്യാനികളെയും പീഡിപ്പിക്കുകയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് വരുന്ന എനിക്ക് ദൈവം നൽകിയ ശിക്ഷയാണിത്. എനിക്ക് യേശുവിനോട് ചേരണം, അവന് വേണ്ടി വേല ചെയ്യണം. ശൗൽ, നസ്രായനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ തൊടുന്നു. ഞാനിപ്പോൾ കാണുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് ബോധ്യമായി. ഞാനിപ്പോൾ കാണുന്നു. ഞാനിപ്പോൾ നിങ്ങളെ കാണുന്നു. ഞാൻ നിങ്ങളെ കാണുന്നു അനന്യാസ്. ഞാൻ ഈ വീട് കാണുന്നു. എനിക്കിപ്പോൾ എല്ലാം കാണാം. എനിക്കിപ്പോൾ എല്ലാം കാണാം അനന്യാസ്. ഞാൻ എല്ലാം കാണുന്നു. അതെ അനന്യാസ്, അതെ. ഇതുവരെ ഞാൻ അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ ഞാൻ യേശുവിന്റെ പ്രകാശത്തിലാണ്. അനന്യാസ്, നിങ്ങളുടെ ഈ കണ്ണുകളിൽ ഞാൻ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴം കാണുന്നു. ക്രിസ്തുവിന്റെ അനുയായികളെ കാരാഗൃഹത്തിൽ അടയ്ക്കാനും ശിക്ഷിക്കാനും ഞാൻ നേടിയെടുത്ത രാജകൽപ്പനയാണിത്. ക്രിസ്തു ശിഷ്യനായ അങ്ങയെ സാക്ഷിയാക്കി ഞാൻ ഇത് കത്തിച്ചു കളയുന്നു. ശൗൽ, ഇനി മുതൽ നിങ്ങൾ ശൗലല്ല, യേശുവിന്റെ ശിഷ്യഗണത്തിലേക്ക് ചേർക്കപ്പെട്ട പൗലോസത്രേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ അഭിഷിക്തനാകട്ടെ. ശൗൽ, എനിക്ക് എന്റെ കാതുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ കേട്ടതൊക്കെ കളവാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നിനക്ക് എന്ത് സംഭവിച്ചു? എനിക്ക് പോലും വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റം. ശൗൽ, നീ നമ്മുടെ ദൗത്യം മറക്കുന്നു. ആരെ ഇല്ലായ്മ ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ വന്നുവോ അവരുടെ തന്നെ സംഘത്തിൽ നീ ചേർന്നെന്ന് ഞാൻ വിശ്വസിക്കണം. റൂബൻ, നാം തമ്മിൽ അവസാനമായി കണ്ടുപിരിയുമ്പോൾ ഞാൻ കാഴ്ചയില്ലാത്തവനായിരുന്നു. യേശു എനിക്ക് കാഴ്ച തന്നു. എന്റെ കണ്ണുകൾക്ക് മാത്രമല്ല, എന്റെ മനസ്സിന്. ഞാനിപ്പോൾ പഴയ ശൗലല്ല, യേശുവിൽ പുതിയ മനുഷ്യനായ പരിശുദ്ധാത്മാവിനാൽ അഭിഷിക്തനായ പൗലോസാണ്. ശൗൽ, നീയുമായി ചതിയന്മാരുടെ കിടയിൽപ്പെട്ട് വിവരമില്ലാത്തവരുടെ കൂട്ടത്തിൽ കൂടിയിരിക്കുന്നു. അല്ല, ഞാൻ ദൈവത്തിന്റെ വലയിൽ കുടുങ്ങി ആദ്യം. നോക്കൂ ശൗൽ, നമ്മൾ യഹൂദരാണ്. യഹൂദ നിയമങ്ങളും ആചാരങ്ങളും പഠിച്ചത് നമ്മുടെ വംശത്തെയും രാജ്യത്തെയും സംരക്ഷിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മൾ അഭിമാനബോധത്തോടെ പറയാറില്ലേ, നമ്മൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ദൈവജനമാണെന്ന്. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും ദൈവത്താൽ വിളിക്കപ്പെട്ടതിന്റെയും സന്തോഷം അനുഭവിക്കുകയാണ് ഞാൻ. ജൽപ്പനങ്ങൾ മതിയാക്കുക. പൊതുസമൂഹത്തിൽ നമ്മുടെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും ലംഘിക്കുന്ന വിപ്ലവകാരികളും രാജ്യദ്രോഹികളുമാണ് യേശു ശിഷ്യർ. അവരെ അമർച്ച ചെയ്യാൻ
ഇറങ്ങി തിരിച്ചവരാണ് നമ്മൾ. ഭ്രാന്ത് വെളിഞ്ഞ് കർത്തബോധത്താൽ ഉണരുക. ആയുധം കയ്യിലെടുക്കുക. ഇറങ്ങാം. നോക്കണം റൂബേ, യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവനാണ് ഈ പൗലോസ്. ഞാൻ അനുഭവിച്ചതിന്റെ സത്യമാണ് യേശു. ശേഷിക്കുന്ന ദിവസങ്ങൾ യേശുവിനെ പ്രസംഗിക്കുവാനും ഞാൻ അനുഭവിച്ചതിന്റെ സത്യം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനുമാണ് എന്റെ തീരുമാനം. ശൗൽ, നീ ശിക്ഷിക്കപ്പെടും. യേശുവിന് വേണ്ടി പീഡ അനുഭവിക്കുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശൗൽ, നീ കൊല്ലപ്പെടും. എന്റെ യേശുവിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞാൽ അതെന്റെ ഭാഗ്യം. ഹാ, യേശു യേശു യേശു. ഇനി ആ വാക്കുച്ചരിച്ചാൽ യേശുവാണ് എന്റെ വഴിയും സത്യവും ജീവനും. ഒരു ചിങ്ങാതിയെ പോലെയല്ല, ഊടപ്പറമ്പിനെ പോലെയാണ് ഞാൻ നിന്നെ സ്നേഹിച്ചത്. ഇല്ലായിരുന്നെങ്കിൽ ഈ നിമിഷം നിന്റെ തലയെടുത്ത് ഞാൻ പോയിക്കോ, എങ്ങോട്ടെങ്കിലും പോയിക്കോ. ഇനി എനിക്ക് നിന്നെ കാണണ്ട. പക്ഷേ നീ എവിടെയെങ്കിലും യേശുവിനെ പറ്റി പ്രസംഗിക്കുന്നതോ പ്രചരിപ്പിക്കുന്നതോ ഞാൻ അറിഞ്ഞാൽ ഒന്നുകളെ നിന്നെ ഞാൻ ഒരു ചെങ്ങാതിയെ കൊല്ലേണ്ട ഗതികളിലേക്ക് എന്നെ എത്തിക്കരുത്. നീ ഞാൻ പ്രാർത്ഥിക്കാൻ റൂബേ നിനക്ക് വേണ്ടി. നിനക്ക് യേശുവിനെ ബോധ്യപ്പെടണമേ എന്ന്, യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കണമേ എന്ന്, യേശുവിന്റെ സഹനത്തിന്റെ പാതയിൽ വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന്. ഭയവിഹ്വലമായ രാത്രികളായിരുന്നു. നഗരം മുഴുവൻ പൗലോസിനായി പടയാളികൾ വലവിരിച്ചിരുന്നു. കനത്ത ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് കുതിരപ്പട്ടാളത്തിന്റെ കുളമ്പടി ശബ്ദവും പട്ടാളക്കാരുടെ ആക്രോശങ്ങളും കേട്ട് ഭയന്നു വിറച്ച് ജനം മുഴുവൻ വിളക്കടച്ച് വാതിലുകൾ കൊട്ടിയടച്ച് ഇരുളിൽ തുറന്ന മിഴികളുമായി ഉറക്കം നടിച്ചു കിടന്നു. എന്നാൽ കൂരിരുട്ടിന്റെ മധ്യത്തിലും തന്റെ ജനതലിലെ വെള്ളി വെളിച്ചം ഒളിപ്പിച്ച ദൈവം അവരുടെ മുമ്പിൽ ഒരു വഴികാട്ടിയായി. കണ്ണും കണ്ണുകളുമായി കാത്തിരുന്ന പട്ടാളക്കാരുടെ കണ്ണുവെട്ടിച്ച് പൗലോസിനെ ദമാസ്കസിൽ നിന്നും അവർ ജെറുസലേമിൽ എത്തിച്ചു. ശൗൽ, ദമാസ്കസിൽ പോയിട്ട് നീ എപ്പോഴെത്തി? എവിടെ റൂബേൻ? നിങ്ങൾ പോയ കാര്യം എന്തായി? യേശു ശിഷ്യന്മാരെ മുഴുവൻ കാരാഗൃഹത്തിൽ അടച്ചോ? എന്താ ശൗൽ, നീ എന്താ വല്ലാതിരിക്കുന്നത്? അമ്മ, എനിക്ക് കുടിക്കാൻ എത്തിരി വെള്ളം. റുബീന, കുടിക്കാൻ അല്പം വെള്ളം എടുക്കുക. എന്താ മോനെ, നീ റൂബേനുമായി പിണങ്ങിയോ? അവനൊരു മുൻശുദ്ധിക്കാരനാ. എന്തു പറ്റി ശൗൽ? പറ മോനെ. ഒരു കള്ളനെ പോലെ ഞാൻ അവിടുന്ന് ഒളിച്ചോടി പോരുകയാണ്. എന്തിന്? ദമാസ്കസിൽ അതിന് തക്കതായി എന്ത് സംഭവിച്ചു? ഒരു കള്ളനെ പോലെ ദമാസ്കസിൽ നിന്ന് ഒളിച്ചോടി വരികയാണെന്ന്. അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ, ശൗലിനെ ഞാൻ സ്വപ്നത്തിൽ കണ്ടെന്ന്, യേശുവിന്റെ കരം പിടിച്ചു നടക്കുന്നതായി. എന്താ പറ്റിയത് ശൗൽ? ഒരിക്കലും ഞാൻ അറിയിക്കാത്ത ഭാഗ്യം എന്റെ ജീവിതത്തിൽ സംഭവിച്ചു. യേശു എന്നെ തൊട്ടു. ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ യേശു ഉണ്ട്. അല്ല, ഞാൻ യേശുവിന്റെ ഹൃദയത്തിലാണ്. ശൗൽ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യമാണ്. ഞാൻ യേശുവിനെ തിരിച്ചറിഞ്ഞു. യഥാർത്ഥ ദൈവത്തെ തിരിച്ചറിഞ്ഞ സംതൃപ്തിയിലാണ്. അപ്പൊ റൂബേൻ? അവൻ എന്നെ കൊല്ലാൻ വേണ്ടി നടക്കുകയാണ്. തെളിച്ചു പറയുക. ദമാസ്കസിലേക്കുള്ള യാത്രാമധ്യേ അഹങ്കാരത്തിന്റെ കുതിരപ്പുറത്തു നിന്നും ദൈവം എന്നെ തള്ളി താഴെയിട്ടു. എന്റെ അബദ്ധധാരണകളുടെ കാഴ്ച എടുത്തു മാറ്റി. സത്യവിശ്വാസത്തിന്റെ തിരിച്ചറിവിലേക്ക് എന്റെ പിടിയെ തുറപ്പിച്ചു. ഇനി ഞാൻ പഴയ ശൗലൻ.
യേശുവിന്റെ ശിഷ്യനായ പൗലോസാണ്. റൂബീന, നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടു. ആ സന്തോഷ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ് ഞാൻ. ഇനിയൊരു പക്ഷേ ഒരിക്കലും നിങ്ങളെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ? സൂക്ഷിക്കണേ മക്കളെ. റൂബീന, നിനക്ക് സന്തോഷമായോ? എന്റെ ഒരു പ്രാർത്ഥന ദൈവം കേട്ടു. ശൗൽ യേശുവിനെ പൂർണ്ണമായി തിരിച്ചറിയണേ എന്ന പ്രാർത്ഥന. പക്ഷേ നിങ്ങൾ എന്റെ സ്നേഹം തിരിച്ചറിയണേ എന്ന പ്രാർത്ഥന ദൈവം കേട്ടില്ല. നമ്മളൊക്കെ ദൈവത്തിന്റെ കയ്യിൽ വെറും കരുക്കളല്ലേ റൂബീന? അതെ, നീ യേശുവിന്റെ ചിത്രം വരച്ചു കഴിഞ്ഞു. പ്രപഞ്ചത്തോളം വലുപ്പമുള്ള സ്നേഹത്തെ ഏത് ചിത്രത്തിൽ ഒതുക്കാനാവോ? എങ്കിലും ഞാൻ വരച്ചു. നീ കണ്ടുമുട്ടിയ യേശുവിന് ഈ രൂപമാണോ? പ്രപഞ്ചത്തോളം വലുപ്പമുള്ള സ്നേഹം, ആ രൂപം നിർവചിക്കാൻ സാധിക്കില്ല. ആരാ കടന്നു വരിക. ഞാൻ ബർണബാസ്, പൗലോസിനെ തേടി വന്നതാണ്. ഞങ്ങൾ ഭയന്നു. ഭയക്കേണ്ട ആവശ്യമില്ല. ദമാസ്കസിൽ സംഭവിച്ചതൊക്കെ ഞാൻ അറിഞ്ഞു. സഹോദര, അങ്ങേ പത്രോസിന് മുൻപിൽ സുരക്ഷിതമായി എത്തിക്കുക എന്ന ദൗത്യമാണ് എന്റേത്. എന്റെ കർത്താവിനെ പ്രതി ഞാൻ സന്തുഷ്ടനാണ്. മനസ്സുകൾ അറിയുന്ന ദൈവം അങ്ങേ എന്റെ മുന്നിൽ എത്തിച്ചിരിക്കുന്നു. വരൂ, നമുക്ക് യാത്രയാവാം. അമ്മ, സൂക്ഷിക്കണേ മക്കളെ. ദൈവം അനുഗ്രഹിക്കട്ടെ. റൂബീന, ഇതിരിക്കട്ടെ. മകൻ നിയമപണ്ഡിതനാകണം, മതപണ്ഡിതനാകണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിച്ചു. എന്നിട്ട് എന്തായി? ബെന്യാമീന്റെ മകൻ യഹൂദമത വിശ്വാസങ്ങൾക്കെതിരാണെന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ടി വന്നു. പുരോഹിതന്മാരും ശ്രേഷ്ഠന്മാരും അവനെതിരായിരിക്കുന്നു. പലപ്പോഴും ഒരു കള്ളനെ പോലെ അവനെ അവരുടെ സംഘം ഒളിപ്പിക്കുന്നു. അവൻ കൊച്ചു കുഞ്ഞാണോ? അല്ലല്ലോ. അവന് തെളിഞ്ഞു കിട്ടിയ സത്യത്തിന്റെ വെളിച്ചത്തിലാ അവൻ സംസാരിക്കുന്നത്. അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്നുള്ളത് സത്യമാണ്. അത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനസ്സ് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം കൊണ്ട് തുള്ളി ചാടുന്നത് പോലെ തോന്നുമോ? മോൻ പറയുന്ന പ്രാർത്ഥന കേട്ട് നീയും തുടങ്ങിക്കോ. യെരൂശലേമിനെ രക്ഷയിലേക്ക് നയിക്കാൻ ജനിച്ച ആളത്രേ യേശു. ഈ പറയുന്ന ആൾ എവിടെയാ ജനിച്ചത്? ബേത്ലഹേമിലെ ഒരു പശുത്തൊഴുത്തിൽ. യെരൂശലേമിനെ നയിക്കാൻ പോകുന്ന രാജാവ് എങ്ങനെയാ മരിച്ചത്? ഒരു നീചനെ പോലെ കുരിശിൽ തൂങ്ങി. ബേത്ലഹേം മുതൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ജീവിതം വരെ ഓരോ സംഭവങ്ങളും പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുണ്ട്. പ്രവചനങ്ങളുടെ പൂർത്തീകരണമായിരുന്നു യേശു. നിയമങ്ങളുടെ പൊളിച്ചെഴുത്തായിരുന്നു യേശു. മുൻവിധികൾ തകർക്കുന്ന പ്രത്യാശയായിരുന്നു യേശു. ദൈവം ജീവിച്ചു കാണിച്ച മനുഷ്യ ജീവിതമായിരുന്നു യേശു. അത് ബോധ്യപ്പെടുന്നവൻ ഭാഗ്യപ്പെടുന്നു. അപ്പനിലൂടെ ദൈവം ഒരുക്കിക്കൊണ്ടുവന്ന കഴിവാണ് ഞാൻ. എന്നെ പൂർണ്ണമായും യേശുവിന് വിട്ടുകൊടുത്തു. ആ യേശുവിൽ പൗലോസിനെ കൊണ്ട് ഇനിയും ആവശ്യമുണ്ട്. തർശീസിൽ ഒതുങ്ങിക്കൂടേണ്ടവനല്ല പൗലോസ്. സഹോദരന്മാർക്ക് വേണ്ടി അവനെ കൂട്ടിക്കൊണ്ടു പോവുക എന്ന സന്ദേശവുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. ബർണബാസ്, എന്റെ വീട്ടിലേക്ക് ഞാൻ അങ്ങയെ സ്വാഗതം ചെയ്യുന്നു. ഇതെന്റെ മാതാപിതാക്കൾ. പൗലോസിന് ജന്മം നൽകിയ ഭാഗ്യമുള്ളവർ. ഈ മകനെ പ്രതി ലോകം നിങ്ങൾക്ക് നന്ദി പറയും. സഹോദര, തർസീസിൽ പലരും നമ്മുടെ വിശ്വാസം സ്വീകരിച്ചു.
എൻ്റെ അപ്പനും അമ്മയും പ്രിയ. മക്കളെ, നിന്നെ നിന്റെ വാക്കുകളെ വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, പിന്നെ ഉപാധികളും സംശയങ്ങളും ഇല്ലാതെ വിശ്വസിക്കുക. മരണത്തെ ജീവിച്ച ദൈവത്തെ. പൗലോസിന് നിങ്ങൾ ജന്മം നൽകി. ആ പൗലോസ് വഴി ക്രിസ്തുവിൽ നിങ്ങൾ പുതിയ സൃഷ്ടികളായി മാറും. നിങ്ങൾ സ്നാനം സ്വീകരിക്കുന്നിടത്ത് പൗലോസിന്റെ ഇവിടുത്തെ ദൗത്യം പൂർത്തിയാക്കും. അപ്പ, ക്രിസ്ത്യാനികളുടെ ദൈവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ആദ്യമായി കണ്ടത് കീറത്തുണിയിൽ പൊതിഞ്ഞ് കാലിത്തൊഴുത്തിൽ കിടക്കുന്നതായിട്ടാണ്. ക്രിസ്ത്യാനികളുടെ ദൈവത്തെ നഗ്നനേത്രങ്ങൾ കൊണ്ട് അവസാനമായി കണ്ടത് 2 കള്ളന്മാർക്ക് നടുവിൽ കുരിശിൽ നിഷ്ഠൂരം കൊല ചെയ്യപ്പെട്ട അവസ്ഥയിലാണ്. എളിമയുടെയും സ്നേഹത്തിന്റെയും പാതയോരത്തെ സഹയാത്രികനായിരുന്നു യേശു എപ്പോഴും. ഞാൻ അദ്ദേഹത്തെ ആദ്യം കാണുന്നത് ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ ഇറങ്ങിത്തിരിച്ച യാത്രാ മധ്യയാണ്. ഇരുമ്പാണികളെ തൊഴിക്കുന്നത് അപകടമാണെന്ന് തിരിച്ചറിവ് നൽകിയ ഗുരുക്കന്മാരുടെ പാദപീഠത്തിലിരുന്ന് പഠിച്ച തിരുവചനത്തെ സാക്ഷ്യമാക്കി ഞാൻ പറയുന്നു. മനുഷ്യകുലത്തിന്റെ നന്മയ്ക്കായി മറ്റൊരു നാമവും നൽകിയിട്ടില്ല. അതാണ് കർത്താവായ യേശു. ആ യേശുവിനെ നാഥനും രക്ഷകനുമായി ഞങ്ങൾ സ്വീകരിക്കുന്നു. ഞങ്ങളെ സ്നാനം കൊടുക്കുക. ക്രൈസ്തവ ചരിത്രത്തിലെ സുപ്രധാന നാഴികക്കല്ലുകളാണ് പൗലോസ് നടത്തിയ 3 പ്രേക്ഷിത യാത്രകൾ. ക്രിസ്തുവിന്റെ ജീവിത സന്ദേശത്തെ യഹൂദ മണ്ണിൽ നിന്നും വിജാതീയ സംസ്കാരത്തിന് അനുയോജ്യമായ വിധത്തിൽ പറഞ്ഞു കൊടുത്തുകൊണ്ട് AD 45 ആരംഭിച്ച് 54 അവസാനിച്ച അദ്ദേഹത്തിന്റെ പ്രേക്ഷിത യാത്രകൾ നിരവധി കഷ്ടപ്പാടുകൾ തിങ്ങി നിറഞ്ഞതായിരുന്നു. 2000 വർഷങ്ങൾക്ക് മുൻപ് സാമൂഹികമോ സാംസ്കാരികമോ ആയ ഉന്നമനം അധികമൊന്നും കാണുന്നില്ലാത്ത ദേശങ്ങളിലേക്ക് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നീങ്ങുന്ന പായ്ക്കപ്പലുകളെ ആശ്രയിച്ച് സഞ്ചരിച്ചു. കരയിൽ ആയിരക്കണക്കിന് മൈലുകൾ നടന്ന് അദ്ദേഹം സുവിശേഷം എത്തിച്ചു. പൗലോസിനെ പോലെ ഇത്രയധികം ദേശങ്ങൾ സന്ദർശിക്കുകയും വചനം പ്രസംഗിക്കുകയും ചെയ്ത ഒരു അപ്പോസ്തലൻ വേറെയില്ല. കൂട്ടിന് ശീലാസിനെയും തെരഞ്ഞെടുത്തു. ബോണിബസും സംഘവും ജനവികാരത്തെ പൗലോസിനും ശീലാസിനും എതിരാക്കി മാറ്റി. അവർക്കെതിരെ കുറ്റപത്രം ചമച്ചു. പരമ്പരാഗത വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് തങ്ങളുടെ ആചാരങ്ങളെയും ദേവന്മാരെയും ആക്ഷേപിച്ചും പൗലോസും കൂട്ടരും തച്ചന്റെ പുത്രനെ ദൈവമാക്കുന്നു എന്ന് ആരോപിച്ചു. എന്നാൽ ജീവനോടത്തോളം കാലം താൻ അനുഭവിച്ച സത്യം ലോകത്തോട് വിളിച്ചു പറയുന്ന നിലപാട് പൗലോസ് ഉറച്ചു നിന്നു. ക്ഷുബ്ധരായ പുരോഹിത സംഘം നിലവിലുള്ള ജനവികാരത്തെ മാനിച്ച് പൗലോസിനെയും ശീലാസിനെയും ജയിലിലടച്ചു. ഞങ്ങൾ കീർത്തനം പാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾ നിശബ്ദരായാൽ ഈ പാട്ട് ജയിലടികൾ ഏറ്റെടുക്കും. Shika
വിട്ടതാ. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അരുത്, ആരും എവിടെയും രക്ഷപ്പെട്ടിട്ടില്ല. ഞങ്ങളെല്ലാവരും ഇവിടെ തന്നെയുണ്ട്. ഈ തടവവാതിൽ നിങ്ങൾ ബന്ധിച്ചിരുന്ന ചങ്ങല ചങ്ങലകൾക്കും തടവറകൾക്കും ഒക്കെ അതീതമാണ് ദൈവത്തിന്റെ ശക്തി. സഹോദര, ഞങ്ങൾ എന്ത് വേണം? കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീയും നിന്റെ കുടുംബവും രക്ഷപ്പെടും. പൗലോസ് തന്റെ യാത്രയിലൂടെ സൈലൂക്യ, സൈപ്രസ്, പാഫോസ്, അന്ത്യോക്യ, സിറിയ, ലിസ്ത്ര, ഗലാത്യ, തോബാസ്, ഫിലിപ്പീൻസ്, തെസ്സലോനിക്ക, എഫേസ്യോസ് തുടങ്ങി നിരവധി ദേശങ്ങൾ സന്ദർശിച്ച് സുവിശേഷം പ്രസംഗിച്ചു. യഹൂദരെ മാത്രമല്ല, വിജാതിയെ കൂടെ സഭയിലേക്ക് സ്വീകരിക്കാമെന്ന വിപ്ലവകരമായ നിലപാടെടുത്തത് പൗലോസ് ആയിരുന്നു. പൗലോസിനെ പോലെ ക്രിസ്തുവചനങ്ങൾ ഇത്രയും ആധികാരികമായി വ്യാഖ്യാനിച്ച മറ്റാരും ചരിത്രത്തിലില്ല. അങ്ങനെ ദൈവവചനം പ്രസംഗിച്ച് അദ്ദേഹം മിസ്രൈമിൽ എത്തിച്ചേർന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ചതിൽ നിന്നും വ്യത്യസ്തനായ ഒരു ക്രിസ്തുവിനെയോ വ്യത്യസ്തമായ ഒരു സുവിശേഷത്തെയോ ആരെങ്കിലും നിങ്ങളോട് പ്രസംഗിച്ചാൽ അത് ദൈവദൂതനാണെങ്കിൽ പോലും അവരിൽ നിന്നും അകന്നിരിക്കുക. ക്രിസ്തുവിന്റെ സുവിശേഷത്തെ പ്രതി വളരെയേറെ അധ്വാനിച്ച് ഞാൻ കാരാഗ്രഹവാസം അനുഭവിച്ചു. കഠിനാധ്വാനത്തിലും വിഷമസന്ധിയിലും വിശപ്പിലും ദാഹത്തിലും പലപ്പോഴും ഉപവാസത്തിലും തണുപ്പിലും നഗ്നതയിലും ഞാൻ ജീവിച്ചു. ഇതിലെല്ലാം പുറമെ സകല സഭകളെ കുറിച്ചുമുള്ള ഉത്കണ്ഠ അനുദിനം എന്നെ അലട്ടിക്കൊണ്ടിരുന്നു. ആര് ബലഹീനരാകുമ്പോഴാണ് ഞാൻ ബലഹീനരാകാതിരിക്കുന്നത്? ആര് തെറ്റ് ചെയ്യുമ്പോഴാണ് എന്റെ ഹൃദയം വീറിപ്പോകാതിരിക്കുന്നത്? ക്രിസ്തുവചനങ്ങളെ പ്രചരിപ്പിക്കുവാൻ ശബ്ദം ചെയ്തിറങ്ങി തിരിച്ചവനാണ് ഞാൻ. ആ സ്നേഹത്തിന്റെ തീപ്പൊരി ഈ ലോകം മുഴുവൻ ഞാൻ വാരി വിതറും, മരണം വരെ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് വർണ്ണഭേദങ്ങളില്ല. വിജാതീയനോട് ദൈവവചനം പ്രസംഗിച്ചാൽ ദൈവവചനം അശുദ്ധമായി പോകുമെന്ന് വിശ്വസിക്കുന്നു മൂഢന്മാർ. ദൈവത്തിന് ജാതി ഭേദമില്ല. വേദങ്ങളെന്ന പൊരുളിനെ പറ്റിയാണ് ദൈവം സംസാരിച്ചത്. മണ്ണിലും കല്ലിലും നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ ദൈവമാണെന്ന് ചിലർ പറയുന്നു. വിട്ടില്ല. വാക്കാണ് ദൈവം, സ്നേഹമാണ് ദൈവം, വചനം മാംസമായതാണ് ദൈവപുത്രൻ. പ്രിയമുള്ളവരെ, മനുഷ്യനെ അടിമകളാക്കുന്ന നമ്മുടെ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ ദൈവപുത്രൻ പഠിപ്പിച്ച പ്രാർത്ഥന എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, മുഴുവൻ ജനങ്ങളും ദൈവത്തിന്റെ മക്കളാണെന്നും അടിമയ്ക്കും ഉടമയ്ക്കും വിളിക്കാൻ ഒറ്റ ദൈവമേ ഉള്ളൂ. ആ വിപ്ലവകരമായ സന്ദേശത്തെയാണ് നിങ്ങൾ കുരിശിൽ തറച്ച് കൊന്നത്. ദൈവത്തെ പിതാവെന്ന് വിളിക്കാൻ അനുവാദം തന്നതിലൂടെ ക്രിസ്തുവുമായുള്ള സാഹോദര്യ ബന്ധമാണ് നമുക്ക് ലഭിച്ചത്. കാരണം ക്രിസ്തു ദൈവപുത്രനാണ്. രൂപേൻ, ഇവൻ ദൈവദൂഷണം പറയുന്നത് കേട്ടില്ലേ? സത്യമാണ് അവൻ പറയുന്നത്. രൂപേൻ, നിങ്ങളും സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരയണമേ. ആ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ വന്ന് പതിക്കുന്നു. സത്യത്തെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആർക്കും കഴിയില്ല. ഇവന് ഭ്രാന്താണ്. ഇവനും അവരുടെ കൂടെ കൂടി. വരൂ, നമുക്ക് പോകാം. പൗലോസ്, ഇത് ക്രിസ്ത്യാനികളുടെ ചോരമണം മാറാത്ത വാളാണ്. ഇത് ഞാൻ നിന്റെ കാലത്ത് ഉപേക്ഷിക്കുന്നു. നിന്റെ നാവിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം എന്റെ ഹൃദയത്തിന്റെ അന്ധകാരത്തിന് വെളിച്ചമായിരിക്കുന്നു. ഞാനിപ്പോൾ പ്രകാശമുള്ളവനാണ്, സ്നേഹമുള്ളവനാണ്, ദൈവമുള്ളവനാണ്. രൂപേൻ, ഞാൻ മനുഷ്യരുടെയോ മാലാഖമാരുടെയോ ഭാഷയിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചേങ്ങലയോ ചെലുമ്പുന്ന കൈത്താളവുമാണ്. ഞാൻ വിവിധ ഭാഷകളിൽ സംസാരിച്ചാലും മലകളെ മാറ്റുവാൻ തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ പിന്നെ ഞാനൊന്നുമില്ല. ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം ദഹിപ്പിക്കുവാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ പിന്നെ എനിക്കെന്ത് പ്രയോജനം? സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, ഇവ മൂന്നും നിലനിൽക്കും. എന്നാൽ സ്നേഹമാണ് സർവോത്കൃഷ്ടം. പൗലോസ് ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക്, ആ വഴിയിലേക്ക്, യേശുവിന്റെ ജ്ഞാനത്തിലേക്ക്
നീ എന്നെ സ്നാനപ്പെടുത്തണം. രംഗത്തോടുകൂടി ഈ നാടകം ഇവിടെ പര്യവസാനിക്കുകയാണ്. വിചാരണയ്ക്ക് ശേഷം പൗലോസിനെ റോമിൽ വീട്ടുതടങ്കലിലാക്കി. പൗലോസ് ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിച്ചും പ്രസംഗിച്ചും സഭയിൽ ഇടപെട്ടുകൊണ്ടിരുന്നു. റോമിന്റെ ഭരണം നീറോ സീസറിന്റെ കൈകളിലായി. ഉന്മാദിയായിരുന്ന നീറോ സീസറിന്റെ ഭരണകാലത്ത് മുഴുവൻ ക്രിസ്ത്യാനികളും റോമിന്റെ ശത്രുക്കളാണെന്നും രാജ്യദ്രോഹികളാണെന്നും കള്ളക്കഥ പ്രചരിപ്പിക്കുകയും പത്രോസിനെയും പൗലോസിനെയും ഉൾപ്പെടെ മുഴുവൻ ക്രിസ്ത്യാനികളെയും വധിക്കുവാൻ ഉത്തരവിടുകയും ചെയ്തു. പത്രോസും കൂട്ടരും കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടു. നീറോയുടെ ക്രൂരതയ്ക്ക് ഒരു തെരുവ് മുഴുവനും ഒരിക്കൽ ക്രൂശിക്കപ്പെട്ടു. നാളുകൾക്ക് ശേഷം രക്തസാക്ഷിത്വത്തിന്റെ സുഖമുള്ള നൊമ്പരം ഏറ്റുവാങ്ങുവാൻ പൗലോസ് കുരുതിക്കളത്തിലേക്ക്. നസറേത്തുകാരനായ ബെന്യാമിന്റെ മകൻ പൗലോസ്, നിങ്ങൾ റോമിന്റെ ശത്രുവാണ്, ആചാരങ്ങൾക്കും വിശ്വാസങ്ങൾക്കും എതിരാണ്. റോം കത്തിക്കാൻ വേണ്ട നിർദ്ദേശം നൽകിയ നിങ്ങളെ റോമിന്റെ നിയമപ്രകാരം നീറോ സീസർ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ കഴിയുന്നവരിൽ ഞാൻ ഭാഗ്യവാനാണ്. കാരണം യേശു എനിക്ക് ജീവിതവും മരണം എനിക്ക് നേട്ടവുമാണ്. ലോകരക്ഷകനായ ക്രിസ്തുവിന് വേണ്ടി, നാഥനും രക്ഷകനുമായ യേശുവിന് വേണ്ടി ഞാൻ ഇതാ ശിരസ് നമിക്കുന്നു, ജീവൻ തരുന്നു. ക്രിസ്തീയ സഭയുടെ വളർച്ചയ്ക്ക് യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും വലിയ സംഭാവന നൽകിയതാണ് വിശുദ്ധ പൗലോസിന്റെ പ്രവർത്തനങ്ങൾ. ഈ പൗലോസിന്റെ ജീവിതത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള യാത്ര, അത് ഞങ്ങളുടെ ഈ വലിയ പരിശ്രമത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.